എൻ്റെ കോഴികളെ വിടാൻ പോവാട്ടോ. ഞാൻ കോഴി അവരിങ്ങനെ വരും. അവർക്ക് തിന്നാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് എൻ്റെ തൊടി. അപ്പോൾ കിടക്കുന്നുണ്ട് ചപ്പും കുപ്പൊക്കെ. ഇത് അടിച്ചൊരു വൃത്തിയാക്കാൻ പോവുക ഞാൻ. കണ്ട തൊടി കണ്ട ഒരു കുരുമുളക്. ഇതാണ് എൻ്റെ വളപ്പ്. ഇതിൽ കണ്ട കുരുമുളകും കഴുകും അടക്കി ഒക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ വീഴാൻ തുടങ്ങി വേനൽക്കാലാകുമ്പോഴേ. കാരണം പിന്നെ കഴുങ്ങിൽ അടക്കം ഇങ്ങനെ വീഴുക, കുരുമുളക് വീഴുക. അപ്പോൾ നിറയെ കിട്ടും. അപ്പോൾ ബക്കറ്റ് എടുത്തിട്ട് രാവിലെ അതൊരു പണിയാണ് ഒക്കെ പെറുക്കി ഉണ്ടാക്കൽ. ഞാൻ വെച്ച പുളത്തറി അന്ന് ഞാൻ വെച്ചില്ല. ആ പുളത്തറി ഈ പുളത്തറിയൊക്കെ ഞാൻ വെച്ച ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പുളക്കിഴങ്ങ് പുളത്തറി കുഴിച്ചിടുന്നതൊക്കെ. അപ്പം അതൊക്കെ നല്ല വലുതായി കണ്ടാവും. വലിയ പുളത്തറിയായി. കൊല്ലത്തറിയാണിത്. ഇനി ഒരു കൊല്ലാവണം പറിക്കണമെങ്കിൽ. അവിടെ ഗേറ്റ് ഉണ്ട്. ആ തലക്കെ ആ ഗേറ്റ് കാണുന്നു. അത് അതിനും വഴിയുണ്ട്. ഇത് തൊടിയിലേക്കുള്ള വഴിയാണ്. ഞങ്ങളെ വളപ്പിലേക്കുള്ള വഴിയാണിത്. ഇതൊക്കെ ചപ്പാണ്. ഇവിടെ ഒരു പ്ലാവുണ്ട്. അതിൻ്റെ ഇല വീണിട്ടേന്ന് പറയുന്നത്. ഇത് അശോകമരം വെട്ടി വറക്കാം. ഞാനധികം അടുപ്പ് തന്നെ കത്തിക്കാറ്. അപ്പോൾ ഞാൻ അടിച്ചു വരുമ്പോൾ കിട്ടുന്ന വറകൊക്കെ ഒരു ഭാഗത്ത് കൂട്ടി വെക്കും. എന്നിട്ട് അതൊക്കെ കത്തിക്കും ചെയ്യും ഒഴിപോലെ കിട്ടുമ്പോൾ. അങ്ങനെ കോഴികളൊക്കെ വിട്ടിട്ട് അവരിങ്ങനെ നല്ല ഉണ്ടാ. കോഴികൾക്ക് തെങ്ങിൻ ചുവട്ടിൽ തിന്നാട്ട് കൊടുത്തതാണ്. നമ്മുടെ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇട്ട് കൊടുത്താൽ പിന്നെ അങ്ങോട്ട് പോവില്ലല്ലോ. അങ്ങനെ തിന്നാനും ഇട്ട് കൊടുത്ത് അവർ നല്ല കഴിക്കും. ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ കോഴിക്കുട്ടികളെ. ചെറിയ കോഴിക്കുട്ടികൾ വിരിച്ചറപ്പോൾ അവർ വലുതായി. ഇവിടെ ഒരു പ്ലാവുണ്ട്. അതിൻ്റെ ഇല കൊഴിഞ്ഞിട്ട് നിറയെ ഇലയാണ് കിടക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ഇന്നലെ നടക്കുമ്പോൾ പേടി. കാരണം വല്ല പാമ്പ് എന്തെങ്കിലും അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇനി വേനൽക്കാലം അപ്പം നനക്കും ചെയ്യണം. അപ്പോൾ ഈ ഇലയൊക്കെ ഇലയും കപ്പുമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു തെങ്ങുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കൊണ്ടിടാൻ വിചാരിച്ചിട്ടാണ് അത് അടിച്ചു വരുന്നത്. എന്നാൽ പിന്നെ വേനൽക്കാലത്ത് നനക്കാനും നല്ല തണുപ്പും കിട്ടും. തെങ്ങിന് കത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ കുരുമുളകും അടക്കയുള്ള കാരണം കത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്നും എല്ലാ കൊല്ലം കത്തിക്കാറില്ല. തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് കുപ്പൊക്കെ അടിച്ചു വരിയിട്ട് എല്ലാതും അടിച്ചു വരിയിട്ട് അതിന് ചുവട്ടിൽ കൊണ്ടുപോയിട്ട് വാഴയുടെയും തെങ്ങിൻ്റെയും ചുവട്ടിൽ. അപ്പം നിറയെ കണ്ടേ കിടക്കുന്നത്. ഇതൊക്കെ അടിച്ചു വരാൻ പോവാട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ അടിച്ചു വരുന്നത്. നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ വ്യായാമമാണ് പണിയെടുക്കുക പറയുമ്പോൾ. അപ്പോൾ ഞാൻ തന്നെ ചെയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒഴിപോലെ കുറേശ്ശെ ചെയ്താൽ രാവിലെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തൊടിയിലത്തെ ഉപ്പയും പോകും. നമ്മളെ ശരീരത്തിൽ വ്യായാമമായി. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നല്ല നിറയെ ഉപ്പ കിടക്കുന്നു. ഇതൊരു പ്ലാവുണ്ട്. എൻ്റെ ഇല ഇങ്ങനെ കൊഴുകയാണ്. അതാണ് ഇതിങ്ങനെ നിറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അടിച്ചു വരുന്ന മഴക്കാലം വന്നിട്ട് അതൊക്കെ ഉണ്ട് അടിച്ചോരി കളയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടിച്ചോരി നല്ല വൃത്തിയാവില്ല. ഞാൻ അധികം അടുപ്പാട്ടൊക്കെ കത്തിക്കുക. അപ്പോൾ അടിച്ചോരി കിട്ടുന്ന വറകൊക്കെ ഞാനതാണ് അവിടെ കൂട്ടി വെച്ചിരിക്കണ്. അതിങ്ങനെ കൂട്ടി അവിടെ വെക്കും. എന്നിട്ട് അതിനെടുത്തിട്ട് കുറേശ്ശെ കൊണ്ടാൽ കത്തിക്കും. കാരണം പട്ടത്തണ്ടും പിന്നെ മരം വെട്ടിയതും ഒക്കെ വീണതൊക്കെ ഒരു ഭാഗത്തിടും. അങ്ങനെ നിറയെ വറകും കിട്ടും. കുരുമുളകുകളൊക്കെ മൂക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അറക്കാൻ ഒരാളെ വിളിക്കണം. എന്നിട്ട് അതൊക്കെ അറക്കണം. തിരുവാതിര കഴിഞ്ഞാലാണ് കുരുമുളക് അറക്കുക. അതുവരെ നിൽക്കും. പക്ഷേ ഒക്കെ ഇപ്രാവശ്യം വേനൽക്കാലം മഴ എന്താണാവോ ഒക്കെ കൊഴിഞ്ഞു വീഴുക. നിറയെ വീണ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ അതൊരു പണിയാണ്. അടക്കയും കുരുമുളകും പെറുക്കൽ.
അതൊക്കെ പെറുക്കിയിട്ട് ഓരോരോ ഞാനിപ്പോൾ എന്താ പറയുക അടിച്ചു വരുന്നത് ഓരോ തെങ്ങിൻ്റെ ചൂട്ടിലത്തെയും കഴിഞ്ഞ ചൂട്ടിലത്തൊക്കെ അടിച്ചു വരും നീക്കിയാൽ എടുക്കാൻ എളുപ്പമല്ലേ. മറ്റേത് നമ്മൾ ചപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പിന്നെ എടുക്കുന്ന സമയത്ത് പല ജന്തുക്കളും ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ചൂലും കൊണ്ട് അടിച്ചു വരുമ്പോഴാണ് ഓർമ്മ വന്നത് പറഞ്ഞ പോലെ പഞ്ചായത്തിൻ്റെ അടിച്ചു വരുന്ന ഒരു ഇതുപോലെ കമ്പിയില്ല ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, കാരണം മഴക്കാലത്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ അതൊക്കെ തിരഞ്ഞ് കിട്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാകുമ്പോൾ എളുപ്പമായി, വേഗം കുമ്പോടും വേണ്ട, വേഗം അടിച്ചറിഞ്ഞ് പോയി. പിന്നെ ഞാനത് തിരഞ്ഞ് കണ്ടുപിടിച്ച് പറമ്പരയിലുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ അടിച്ചു തരും. അപ്പോൾ വേഗം എളുപ്പമായി, വേഗം ചപ്പ് നീക്കൽ കഴിയും, അടിച്ചു വരാൻ എളുപ്പമാണ്. ഈ ഭാഗമൊക്കെ അടിച്ചുവരൽ കഴിഞ്ഞ് കണ്ട അപ്പോൾ നല്ല വൃത്തിയായില്ലേ വളപ്പ്. നടക്കണ വഴിയിലൊക്കെ എല്ലാം അടിച്ചുവരി കളഞ്ഞു, ആ തല മുതൽ ഈ തല വരെ. ഇന്നത്തെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ. കഴിഞ്ഞു. രാവിലെ ഒരു അരമണിക്കൂറായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് വളപ്പൊക്കെ വൃത്തിയായില്ലേ, സമാധാനത്തിൽ നടക്കാം. മറ്റേത് പാമ്പുണ്ടാവുന്നൊക്കെ പേടിച്ചിട്ട് വേണം നടക്കണമെങ്കിൽ.